ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഋഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ഗെയിമാണ്. മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ 1.19.31 സംതിങ് ആണ്. ഞാൻ എൻ്റെ ചാനലിലെ രണ്ടാമത്തെ ഗെയിമിൻ്റെ വീഡിയോ ആണ് തോന്നുന്നു. ഒരു ഫുട്ബോളിൻ്റെ വീഡിയോ ഇട്ടിനി. അത് കാണാത്തവരൊക്കെ പോയി കാണാൻ എൻ്റെ ചാനലിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം എല്ലാ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സും ചെയ്യുന്ന പോലെ ഞാനും മരം വെട്ടിയിട്ട് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. ഈ സീരീസ് തുടങ്ങാനുള്ള കാരണം സപ്പോർട്ടാണ് ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ സ്പോണായതൊരു സ്വാമ്പിലാണ്. അപ്പം നല്ലൊരു പ്ലേസ് കിട്ടട്ടെ അതുവരെ. അപ്പം ഗായ്സ്, എനിക്ക് നല്ലൊരു പ്ലേസ് ഇട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഈ ഒരു വില്ലേജൊക്കെ കിട്ടിക്ക്. ഈ വില്ലേജ് അത്രയ്ക്ക് ദൂരമൊന്നും വന്നിട്ടില്ല. ഞാൻ മാക്സിമം ഒരു 200-300 ബ്ലോക്കൊക്കെ വന്നിട്ടുള്ളൂ തോന്നണേ. കോർഡിനേറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കുക. 200-300 അങ്ങനെ എത്ര ബ്ലോക്കേ വന്നിട്ടുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ക്രോപ്സൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വീറ്റ്, പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, അങ്ങനെ ബീട്രൂട്ട്, അങ്ങനെ 4 തരം ക്രോപ്സും ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് വില്ലേജിലുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് കാണാം. കാരണം അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഈ വില്ലേജിലൊക്കെ ഓരോന്ന് മോഷ്ടിക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ ഞാൻ ഇതൊക്കെ മോഷ്ടിക്കട്ടെ, കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഞാൻ കുറച്ച് വീറ്റൊക്കെ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങടുത്ത് നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ ഫുൾ അയൺ ആർമറും ഒരു വീഡിയോ ഒന്നും വെക്കണില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. ഒരു വലിയ സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടൊരു സിസ്റ്റം സെറ്റ് ചെയ്യുക. അപ്പം അതുവരെയൊക്കെ നമ്മൾക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ തങ്ങേണ്ടി വരും. ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു പ്ലെയിൻസ് കണ്ടുകണേ. നമുക്ക് അവിടെ തന്നെ ആക്കാം നമ്മളെ ബേസ്. പിന്നെ ഇതിൽ അയൺ ഫാമും പിന്നെ വില്ലേജർ ബ്രീഡർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വർക്കാവുമോ നിങ്ങളൊന്ന് പറയണേ. എനിക്ക് അത് കൃത്യമായിട്ട് അങ്ങോട്ട് അറിയില്ല. കളിക്കാൻ അറിയാം, എന്നാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയില്ല. ജാവ എഡിഷനത്തെ കുറച്ചൊക്കെ അറിയാം, പക്ഷേ ഞാൻ സുധീൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്, സുധീ ബ്രോയുടെ. അപ്പം ഞാൻ അതൊക്കെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ കുറേ ഒന്ന് എടുക്കട്ടെ. ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അപ്പം അതൊക്കെ കളക്ട് ചെയ്തതിന് ഏകദേശം 27 വീറ്റ്, 45 സീഡ്, 58 ക്യാരറ്റ്, 2 ബീട്രൂട്ട്, 3 ബീട്രൂട്ട് സീഡ്, ഏകദേശം 2-2.5 സ്റ്റാക്ക് അടുപ്പിച്ച് പൊട്ടാറ്റയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പോകുന്നപ്പോൾ ഒരു പ്ലെയിൻ സിറ്റ്, ഇപ്പം ഇവിടെയാണ് നമ്മൾ വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ബേസ്. അപ്പം ഒരു കസ്റ്റം വില്ലേജ് വെക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ നടക്കുമോയെന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഉണ്ടാക്കുക, ഒരു വുഡ് എടുത്തിട്ട്. അപ്പം ഞങ്ങളോട് പറയാൻ പറഞ്ഞത് നമ്മൾ സ്പോണായി വീണക്കണേ. എന്ത് ഗൈസ്, ബാറ്ററിൻ്റെ എന്തോ സിസ്റ്റമാണ്. ഞാൻ ഇപ്പം പോയിത്തരാം. നമ്മൾ സ്പോണായി വീണക്കണ ഒരു സ്പ്രൂസിൻ്റെ ബയോമിലൊക്കെയാണല്ലോ. അപ്പം അത് അവിടുന്ന് ഞാൻ സ്പ്രൂസ് സാപ്ലിങ് കൊണ്ടുവന്ന് 4 സാപ്ലിങ് എടുത്തതാണ്. അപ്പം നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാണ്. അത് ഇവിടെ വെച്ച് ആദ്യം തന്നെ നമുക്കൊരു വുഡൻ പിക്കാസ് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് ഒരു പിക്കാസ് ഉണ്ടാക്കിയാണ്. ഇവിടെ അവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ കൊണ്ട് കുറച്ച് കളക്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു 3-4 കോബിൾ സ്റ്റോൺ ആയിട്ടൊരു സ്റ്റോൺ പിക്കാസ് കൊണ്ടുവന്നിട്ട് കുറച്ച് കളക്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ വേണ്ടി വരും. നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ അടുത്ത എപ്പിസോഡിലാണ് വീട് വെക്കുന്നത്. എന്നാലും ഞാൻ എപ്പിസോഡ് അടുത്തതാകുമ്പോഴത്തേനും ഞാൻ ഫുൾ അയൺ ആർമർ ആവാൻ ശ്രമിക്കുക, ഓഫ് ക്യാമറയിൽ മൈനിങ്ങിനൊക്കെ പോയിട്ട്. അപ്പം ഞാൻ ക്രിയേറ്റീവ് ആവുക അങ്ങനെയൊന്നും ചെയ്യില്ല, ഫുള്ള് സർവൈവൽ തന്നെ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കിക്കണേ. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടുതൽ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുക. നമുക്ക് കുറച്ച് അധികമൊന്നും വേണ്ട, കുറച്ചധികം ഒരു 40-48 അത്രയെങ്കിലൊക്കെ മതി. അപ്പം
പിന്നെ ഞാൻ മൈനിങ്ങിനൊക്കെ പോയിട്ട് മാക്സിമം അയൺ കളക്ട് ചെയ്ത് വെക്കുക. കയ്യാണ് ഒരു 3-4 സ്റ്റാക്കൊക്കെ അങ്ങോട്ട് കണ്ടെത്തി വെക്കുക. ഞാൻ അയൺ കൂടുതലായിട്ട് സ്പോൺ ആവണ് വൈ ലെവൽ 15 അങ്ങനെ എത്ര ആണ്. അപ്പം അവിടേക്ക് പോയാൽ ഇഷ്ടംപോലെ അയൺ കിട്ടും. ഒരു 5-6 സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കി പോയ ഒരു സ്റ്റാക്കാണ് കൊണ്ട് പോരലുണ്ട് ഓരോ യൂട്യൂബേഴ്സ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേനും ഫുള്ള് അയൺ ആർമർ അയൺ ടൂൾസും അയക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. ഇൻവെന്ററിയിലൊക്കെ ഒന്ന് കയറ്റി വെക്കാം. പിക്കാസ് നമ്മളിൽ ഒന്നുണ്ട്. ഇനി ഒരു ആക്സ് വേണം. ഒരു ആക്സ് ഉണ്ട്. പിക്കാസ് എക്സ് ഉണ്ടാക്കി പിക്കാസ് നമ്മളിൽ ആദ്യം ഉണ്ട്. ഒരു ഷവലും ഉണ്ടാക്കി. ഒരു എക്സ്ട്രാ പിക്കാസും കൂടി ഉണ്ടാക്കണം, നല്ലതാണ്. നമ്മളെ പിക്കാസ് എപ്പോഴാണ് പൊട്ടുക എന്നറിയില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫുഡ് ഒരു സ്റ്റാക്കെങ്കിലും ഒപ്പിക്കണം. മട്ടനായാൽ നല്ലത്, ബീഫായാലും അതെ. പോർച്ചോപ്പേന് ഏറ്റവും നല്ലത്, ഹെൽത്ത് കൂടുതൽ അതാണ്. അത് ഇതാക്കാൻ മാത്രമല്ല കുക്ക് ചെയ്യും കൂടി വേണം. കുക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. അവിടെ കുറേ ഷീപ്പ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് മട്ടൺ ഉണ്ടാകാൻ മിക്കവാറും ആക്കേണ്ടി വരിക. അപ്പം കുറേ കളക്ട് ചെയ്യട്ടെ. കുറേ വേണം. കുറേ ഷീപ്പ്, ചില ഷീപ്പ് 1 മീറ്റർ ഡ്രോപ്പ് ചെയ്യുള്ളൂ, ചില ഷീപ്പ് 2 മീറ്റർ ഡ്രോപ്പ് ചെയ്യും. അപ്പം അതൊക്കെ കളക്ട് ചെയ്യട്ടെ. അപ്പം ഗായ്സ്, ഞാൻ കുറേ നേരം അലിഞ്ഞ് തരുന്ന ആൾക്ക് എന്നിട്ടും അധികമൊന്നും കിട്ടിയിട്ടില്ല. 8 മീറ്റ്, ഒരു 8 മട്ടന്, ഒരു ബീഫ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് പോർച്ചോപ്പ് കിട്ടി. നമ്മൾ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഒരു പെട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു ഡബിൾ ചെസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മളെ ഇൻവെൻട്രി മൊത്തമായിക്കൊക്കെ ലാഗാണ് ഗായ്സ്, ലാഗ്. ഇതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് മിസ്ക്ലിക്ക് ചെയ്ത് പോവാണ്. അപ്പം എൻ്റെ ഇൻവെൻട്രിത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് വെക്കട്ടെ. ഈ സ്പ്രൂസിൻ്റെ സാപ്ലിങ് ഇവിടെ നട്ടുവച്ചോളാം. അപ്പം പിന്നെ അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടാറ്റോക്കൊക്കെ ഒരു ഫാം തന്നെ ഇപ്പം തന്നെ പണിഞ്ഞിരിക്കണ ഒരു മാനുവൽ ഫാം ഓട്ടോമാറ്റിക് ഒന്നും ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഇപ്പോഴില്ല നമ്മളിൽ. അപ്പം തുടക്കത്തിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കണം. നമ്മളെ മീറ്റൊക്കെ അങ്ങോട്ട് വെക്കുക. നമ്മൾ ഒരു സ്റ്റാക്ക് ആവാത്തതുകൊണ്ട് നമ്മൾ സ്മെൽറ്റ് ചെയ്യണില്ല. അല്ലാതെ നമ്മളതിൽ ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. നമുക്ക് വുഡ് വെട്ടിയിട്ട് വേണേൽ അത് വെച്ചിട്ടുണ്ടാക്കാം. ഞാൻ കുറച്ചും